രാഷ്ട്ര സ്വാഭിമാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് കുമ്പളയിൽ ജില്ലാതല തിരംഗയാത്ര സംഘടിപ്പിച്ചു. ഉദ്ഘാടന വേദിയിൽ കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവിനുമെതിരെ ആഞ്ഞടിച്ച് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ്. വന്ദേമാതരം പോലുള്ള ദേശീയ ഗീതങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് സമാനമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ്. 100%. 100 വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി. രാഷ്ട്ര സ്വാഭിമാന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് കുമ്പള നഗരത്തിൽ ജില്ലാതല തിരംഗയാത്ര സംഘടിപ്പിച്ചത്. ഹോളി ഫാമിലി വിദ്യാലയ പരിസരത്തുനിന്നും ആരംഭിച്ച തിരംഗയാത്രയിൽ 100 കണക്കിന് ആളുകളാണ് അണിനിരന്നത്. പരിപാടി ഉദ്ഘാടനം ചെയ്ത ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. വന്ദേമാതരം പോലുള്ള ദേശീയോദ്ഗ്രഥന ഗീതങ്ങളെ അടിച്ചമർത്തുന്ന നടപടികൾ ബ്രിട്ടീഷ് ഭരണത്തിന് സമാനമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭാരതത്തിന്റെ രാഷ്ട്രഗീതമായ വന്ദേമാതരം ബഹിഷ്കരിക്കാനാണ് കോൺഗ്രസും മുസ്ലിം ലീഗും നേതൃത്വം നൽകുന്ന UDF സർക്കാർ തയ്യാറാകുന്നതെങ്കിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ എന്ന പോലെ കേരളത്തിന്റെ എല്ലാ തെരുവുകളിലും വന്ദേമാതര ഗാനം കൂട്ടമായി ആലപിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. അത് രാജ്യദ്രോഹികൾക്കെതിരായിട്ട് ദേശവിരുദ്ധർക്കെതിരായിട്ടുള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല, ആഗസ്റ്റ് 15-ാം തീയതി ജില്ലാ കേന്ദ്രങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും അതോടനുബന്ധിച്ചൊരു സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുണ്ട്. ഈ ചടങ്ങിൽ വന്ദേമാതര ഗാനം പാടാൻ പാടില്ലെന്നാണ് UDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വന്ദേമാതര ഗാനം ബഹിഷ്കരിക്കാനാണ് UDF സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ ഈ ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് ദേശസ്നേഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വന്ദേമാതര ഗാനം ആലപിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. ബിജെപി ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി. രവീന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി തുടങ്ങിയവർക്കൊപ്പം വിവിധ ജില്ലാ മണ്ഡലം ഭാരവാഹികളും ജനപ്രതിനിധികളും തിരംഗയാത്രയുടെ ഭാഗമായി. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.